ഞാൻ പാലക്കാട് ഒരു കല്യാണത്തിന് പോയതാണ് കേട്ടോ ഗൈസ്. ഇത് യൂണിവേഴ്സിറ്റിയിലെ ഞങ്ങളുടെ നട്ടാശ മാമിന്റെ കല്യാണമായിരുന്നു കേട്ടോ. ഞാൻ കുറ്റിപ്പുറത്ത് നിന്ന് ട്രെയിൻ കയറി യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് ഫ്രണ്ട്സ് കോഴിക്കോട് നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ കൂടെ കുറ്റിപ്പുറത്ത് നിന്ന് ജോയിൻ ചെയ്യാണ് ചെയ്തത്. പിന്നെ നമ്മൾ പാലക്കാട് എത്തിയതിനു ശേഷം സൂറ ജോയിൻ ചെയ്തു. ആക്ച്വലി ഗൈസ് ഇതൊരു പ്രോപ്പർ വ്ളോഗ് അല്ല കേട്ടോ. കാരണം ഞാൻ കുറെ കാലമായി ഈ വ്ളോഗൊക്കെ നല്ലപോലെ എടുത്തിട്ട് അതിനെക്കൊണ്ട് തന്നെ എനിക്ക് പല മൊമെന്റ്സും ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഭയങ്കര നിരാശയിലാണിത്. ആക്ച്വലി ഞാൻ എന്താ പറയുക, ഇത് മറ്റുള്ളവർ കാണണം എന്നുള്ളതിലുപരി എനിക്ക് ഇതൊക്കെ ഒരു മെമ്മറീസ് എന്നുള്ള രീതിക്കാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നീട് ഒരിക്കൽ ഇത് എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൽബം കണക്കാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നത്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ ഈ കല്യാണത്തിന് പോയതിൻ്റെ പല നല്ല നല്ല മൊമെന്റ്സും ഇതിൽ ഇല്ലല്ലോ എന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു വിഷമം തോന്നി. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കണ്ടു. പിന്നെ മിസ്സിൻ്റെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ സദ്യ കഴിക്കാൻ പോയിട്ട് നല്ല സദ്യ ആയിരുന്നു കേട്ടോ. നമ്മൾ മലപ്പുറംകാർക്ക് ഇപ്പോൾ വിളമ്പിയിട്ടുള്ള സദ്യ കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പം ഇത് പരിപ്പൊക്കെ വിളമ്പിയിട്ടുള്ള നല്ലൊരു സദ്യയായിരുന്നു. പിന്നെ പൊന്നി റൈസ് ഒക്കെ ആയിരുന്നു. എനിക്ക് പൊന്നി റൈസ് ഇഷ്ടമാണ്. പക്ഷെ പലർക്കും ആ റൈസ് തീരെ കണ്ടുകൂടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് നല്ല ആസ്വദിച്ച് കഴിച്ചു. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സദ്യ വിഭവങ്ങളായിക്കോട്ടെ, പായസമായിക്കോട്ടെ, സാമ്പാർ ആയിക്കോട്ടെ, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് ട്രെയിൻ കയറി. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള സീറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ കുറ്റിപ്പുറം വരെ ലുഡോ കളിക്കുന്നുണ്ട്. നല്ല വൈബ് ഉണ്ടായിരുന്നു. ഞാൻ ആ വൈബിലുണ്ടല്ലോ അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഫ്രണ്ട്സിനെ ഒരുമിച്ചിരിക്കുമ്പോൾ കുറച്ച് നല്ല നല്ല മൊമെന്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറ്റിപ്പുറം എത്തിയപ്പോൾ അഞ്ചെങ്കിൽ എനിക്ക് ഇറങ്ങണം. എനിക്ക് അഞ്ചെങ്കിൽ കോഴിക്കോട് വരെ പോയിട്ട് തിരിച്ചു വന്നാലോ എന്ന് വരെ തോന്നി. കാരണം നല്ല വൈബിൽ പോയിക്കൊണ്ടിരിക്കും. എനിക്ക് പെട്ടെന്ന് പോയപ്പോൾ എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ലുഡോന്റെ കളിയുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഞാനായിരുന്നു ഹയസ്റ്റ് ലെവലിൽ നിന്നുകൊണ്ടിരുന്നത്. കുറ്റിപ്പുറം എത്തിയപ്പോൾ ഗെയിം അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴത്തെ നിലവാരം വെച്ച് ഞാനായിരുന്നു വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും എനിക്ക് കുറ്റിപ്പുറം ഇറങ്ങിയ വല്ലാത്തൊരു വിഷമം പോലെ തോന്നി. എന്തോ ഒരു ജാതിയായി. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ.